നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് ചൈനീസ് ഡിമാൻഡ് മങ്ങി, കുരുമുളകിന് തളർച്ച. കുരുമുളകിന് തുടർച്ചയായ ദിവസങ്ങളിൽ തളർച്ച നേരിടുന്നത് കണ്ട് സ്റ്റോക്കിസ്റ്റുകളും വൻകിട കർഷകരും വിൽപ്പന ചുരുക്കി. ആഗസ്റ്റിൽ ഉത്സവ ഡിമാൻഡ് മുളക് വില ഉയർത്തുമെന്ന കണക്ക് കൂട്ടലിലാണ് ഹൈറേഞ്ചിലെ സ്റ്റോക്കിസ്റ്റുകൾ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 696 രൂപയായി താഴ്ന്നു. ഇന്തോനേഷ്യയിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചതിനാൽ മാസാവസാനം ലഭ്യത ഉയരാം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിമിത്തം ചില ഭാഗങ്ങളിൽ ഉൽപ്പാദനം പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ലെന്നാണ് വിവരം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്തോനേഷ്യൻ മുളക് വില ടണ്ണിന് $6,500. ഉത്സവ ഡിമാൻഡിൽ ഏലം മികവ് നിലനിർത്തി. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരുള്ളതിനാൽ ലേലത്തിനിറങ്ങുന്ന ചരക്കിൽ ഭൂരിഭാഗവും വിറ്റഴിയുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ ചുവട് പിടിച്ച് കയറ്റുമതിക്കാരും ചരക്ക് സംഭരിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 3,191 രൂപയിലും മികച്ച ഇനങ്ങൾ 4,520 രൂപയിലും ഇടപാടുകൾ നടന്നു. വിൽപ്പനയ്ക്ക് വന്ന 60,073 കിലോഗ്രാം ഏലക്കയിൽ 57,741 കിലോയും വിറ്റഴിഞ്ഞ്. റബ്ബറിന് ചൈനീസ് ഡിമാൻഡ് മങ്ങിയതിനാൽ അവധി വ്യാപാരത്തിൽ ഉൽപ്പന്നം കരുത്ത് നിലനിർത്താൻ ക്ലേശിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെ ചൈന അടക്കമുള്ള ഉൽപ്പാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് രംഗം സജീവമായതും നിക്ഷേപകരെ പിന്നാക്കം വലിച്ചു. ജപ്പാനിൽ ഇടപാടുകളുടെ തുടക്കത്തിൽ കിലോ 424 yen വരെ ഉയർന്ന റബ്ബർ പിന്നീട് 416 yen താഴ്ന്നു. ബാങ്കോക്കിൽ റബ്ബർ 276 രൂപയിൽ സ്റ്റഡിയാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 282 രൂപ. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.